ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ പൂച്ച ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ വൈകിട്ട് ചേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നു. അറയ്ക്കാന്ന് പറഞ്ഞു, അറക്കയുടെ കുട്ടീനോ എന്തൊക്കെയോ പറഞ്ഞ. അപ്പോൾ ഒരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഉലുവ കഷ്ണമിട്ട് പിന്നെ ഉള്ളിയും സവാളയും പിന്നെ തക്കാളിയും കൂടി പച്ചമുളകും ഇഞ്ചിയും കൂടിയൊക്കെ ഒന്ന് വഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഒത്തിരി വഴഞ്ഞു വന്നതിന് ശേഷം വേണം നമുക്ക് മീനും നാളികേരം വറുത്തരച്ചിട്ടാണ് വിൽക്കുന്നത്. നാളികേരം കുറച്ച് വറുത്തരയ്ക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുടംപുളിയും ചേർക്കും കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ചേർത്തിട്ട് വേണം നമുക്ക് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് മീൻ വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ ആള് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അവർ നന്നാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുന്ദരിക്കുള്ള തലയും ഒക്കെ ആയിട്ടാണ് വന്നിട്ട് തലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കതൊക്കെ കൊടുത്തു. ഇനി നമ്മുടെ കറിയാണ് നമുക്ക് സെറ്റാക്കാനുള്ളത് കേട്ടോ. ഈ കയ്യിലൊക്കെ ഒന്ന് മാറ്റി ഞാൻ മരക്കൈയിലാക്കി. എന്നുവെച്ചാൽ മറ്റേ ഇതാകുമ്പോൾ എനിക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ചട്ടി പൊട്ടുമോ എന്നുള്ളൊരു പേടിയാണ്. ഇത് ഇങ്ങനെ നന്നായിട്ട് വഴഞ്ഞു വരണം. പിന്നെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ആവുമല്ലോ എന്നുള്ളൊരിതാണ്. ഉള്ളി ഇത്തിരി കൂടി വഴച്ചിട്ട് മതിയായിരുന്നു തക്കാളി ചേർക്കൽ. ധൃതി പിടിച്ച് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് പോയി. എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട് ഇപ്പം തന്നെ കൂട്ടാൻ. അതായത് നമ്മൾ സവാള ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കനം കുറച്ച് നന്നാക്കിയിട്ടില്ലെങ്കിൽ നല്ലപോലെ സവാള വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു മധുരിപ്പ് വരും, ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം. അപ്പോൾ ഞാൻ കുടംപുളി വരെ ചേർത്തു. ഇനിയിപ്പോൾ അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതാണ് എൻ്റെ ഇതിൻ്റെ ഒരു ടാസ്ക്. ഏറ്റവും ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തിരി കുറയേ ഉള്ളൂ, ഇത്തിരിയേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്ത് ഗ്രേവിയാണ് ഇവിടെ കുറച്ചുകൂടെ ഒഴിച്ചൊക്കെ കഴിക്കാൻ ഗ്രേവിക്കാണ് താല്പര്യം. അപ്പോൾ മല്ലിപ്പൊടി അതിന് ശേഷം ഇതാ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്പൂൺ കണ്ടിട്ടില്ലേ, ആ ഒരു സ്പൂൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ വഴറ്റാം നമുക്ക്. ഇതിങ്ങനെ പച്ചമണം പോട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതാണ് നല്ലത്. കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അത് നമുക്ക് പിന്നെ വീണ്ടും ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം നാളികേരം അങ്ങോട്ട് അരപ്പ് അങ്ങോട്ട് ചേർക്കാം. നാളികേരത്തിൻ്റെ അരപ്പ് നമുക്ക് നന്നായിട്ട് ചേർത്തങ്ങ് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടാവും. നല്ല പോലെ ഇതിങ്ങനെ വഴഞ്ഞ് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഇത്തിരി കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തിരി കൂടി വെള്ളം കുറച്ച്, അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് സെറ്റായി കൊള്ളും. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കും. ഇത്ര മതി. ഇനി ഇത് നല്ല പോലെ തിളച്ച് കൂറുകട്ടെ. അപ്പോൾ നമുക്ക് മീൻ ചേർക്കാം. ഞാൻ പെട്ടെന്ന് മറന്നുപോയിട്ടാ. ഞാൻ മീൻ ചേർത്ത് കുറച്ച് ഉപ്പും കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് മൂടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി കാച്ചാനൊക്കെ ആയിട്ട് പെട്ടെന്ന് എല്ലാം വിട്ടുപോയിടോ. അത് അങ്ങനെയാണല്ലോ, തിരക്കിലായപ്പോഴേ ഞാൻ എല്ലാം വിട്ടു. ഒരു കോള് വന്നു, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. പിന്നെ പെട്ടെന്ന് ഇനി വെള്ളം ഇതാവണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചാറോട് കൂടി ഇത്തിരി കുഴമ്പനായിട്ട് ഇരിക്കട്ടെ, അതാണല്ലോ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ കണ്ണട കാരണം ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഇത് ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ അതാ ഈ കൂട്ടാനൊന്ന് തിളച്ച് കഴിഞ്ഞ് ഒന്ന് വെന്ത് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലും വലിയ തീയിലൊക്കെ ഒന്ന് കിടന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടേതായ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുളിക്കണം. വന്നിട്ടുണ്ട്, അത്യാവശ്യം നന്നായി തിളച്ച് ചെറുതീയിൽ കെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരക്കി വെച്ച് കാച്ചാം. അങ്ങനെ നമ്മുടെ കൂട്ടാൻ കാച്ചിടുകയായി. ഹലോ, കൂട്ടാൻ കാച്ചി. ഇനി എനിക്ക് സീരിയലുകൾ കാണണം. കുറച്ച് സീരിയലൊക്കെ കാണാതിരിക്കണം.
അതാണ് ഇനി എൻ്റെ അടുത്ത പരിപാടികൾ. ഞാൻ കൃഷ്ണഗാഥ കാണും, മാംഗല്യം കാണും, പിന്നെന്താ, പിന്നെ ഒരു സീരിയൽ ചെമ്പരുത്തി. ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സീരിയലുകളാണ്. ഒക്കെ കാണാനില്ല. മീൻകറിയൊക്കെ കൂട്ടി ചോറുണ്ടതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ലിക്കോ ദോശക്കോ എന്തിനു വേണമെങ്കിലും അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ അത് അരച്ചെടുക്കലായിരുന്നു കേട്ടോ എൻ്റെ പണി. കാരണം അത് കുറേ നേരമായല്ലോ വെള്ളത്തിലൊക്കെ എടുക്കുന്നു. അങ്ങനെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കറണ്ട് പോവും, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഇപ്പം തന്നെ അരച്ച് വൃത്തിയാക്കി നല്ല ഭംഗിയിലൊക്കെ അരച്ച് ഞാൻ സത്യം പറഞ്ഞാൽ കഴുകാൻ പോലും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ 1-2 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വഴുവഴുപ്പ് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അരിപ്പ വെച്ചിട്ട് അരച്ചിട്ടെന്നല്ല പറയാല്ല, ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചു കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ അതൊരു നമുക്ക് ഈ രാവിലെ തന്നെ ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഫ്രഷായി വന്നാൽ പിന്നെ നമുക്ക് രാവിലത്തെ പണികൾ, കിച്ചണിലെ പണികളൊക്കെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നനയുള്ള പരിപാടികളൊക്കെ ആദ്യമേ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പല്ലേച്ച മുഖം ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ വരും. അതാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ കൈ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നിൽക്കണം. പിന്നെ മാവൊക്കെ താഴ്ത്തു പോകും. അതുകൊണ്ടാണ് കേട്ടോ എണീറ്റ് വന്ന ഉടനെ ഈ പണിക്ക് അങ്ങോട്ട് നിൽക്കണത്. അപ്പോൾ പിന്നെ പണികൾ ഒക്കെ കണ്ടത് നമ്മൾ മീൻ ചട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ഉരല് അടപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഇടിക്കല്ല് അടപ്പത്ത് കയറ്റി, അതായത് നമ്മുടെ ചട്ടിമ കയറ്റി വെച്ചിരിക്കുക. അത് മീൻ വന്ന് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ല പോലെ അത് അരച്ചു നല്ല പേസ്റ്റ്. കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഒന്നും ഇഡ്ഡലിക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ദോശയ്ക്ക് ആക്കാം, എന്തെങ്കിലും ഒന്ന് ഇഡ്ഡലിക്ക് ആക്കാലോ എന്നുള്ളൊരു ഇതില്ല കേട്ടോ. ഇന്നലെ സൂസി ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിറ്റേ ദിവസമാണ്. അപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്ത് അവൾ അവിടെ കിടന്ന് മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പൂച്ചയായിട്ട് ഭയങ്കര അലമ്പത്തിയ. ഇന്നലെ രാത്രിയിൽ അവൾ ഇവിടെയല്ല കിടന്നത്. ഇന്നലെ രാത്രിയിൽ ഇവിടെ മീൻ തലയൊക്കെ തിന്നതിന് ശേഷം അവൾ പോവും. അങ്ങനെ രാത്രിയിൽ ഇടയ്ക്ക് പോയി ഇടയ്ക്ക് വന്ന് അങ്ങനെയൊക്കെ നിൽക്കും. ഇവളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ചില ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു നല്ല കുട്ടിയായിട്ട് ഈ കിടക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൾ വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ടിരിക്കും. അങ്ങനെ ഞാൻ ഈ ആക്കി വെക്കലൊക്കെ കഴിഞ്ഞു വേറെ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ച് ഞാൻ പ്രകൃതി ഭ്രമണീയത ആസ്വദിക്കാനായിട്ട് എത്തി. അപ്പോൾ JCB വർക്ക് ചെയ്യണം. അപ്പുറത്തെ വീട് പണിയുണ്ട് തോന്നുന്നുണ്ട് അവർ. അപ്പോൾ അവിടെ ഒരു JCB വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി. മതിലിനോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ അവിടെ നിറച്ച് ഓലയൊക്കെ കിടക്കുന്നത് നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൂ. അത് മാറ്റിയിട്ട് എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല. ഓല കൊടുക്കാൻ വേണ്ടിയിട്ടതാണ്. ആർക്കും വേണ്ട, വേനൽക്കാലത്തൊന്നും ആർക്കും ഓലയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകില്ല. പട്ടയും വിറകൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട ആർക്കും. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇട്ട് കത്തിച്ച് കളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ JCB അവിടെ ഓരോരുത്തരെ വീട് പണിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. JCB ഒക്കെ വന്ന് വൃത്തിയാക്കി മണ്ണൊക്കെ നികത്തിയെടുത്ത് അവിടെ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. ആ ഒരു സന്തോഷം ഞങ്ങൾ ഒരു തവണ അനുഭവിച്ചതാട്ടോ ഞങ്ങൾ. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.